Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പഠിച്ച കലാലയത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തി പയ്യന്നൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനൻ. കോളേജിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ ടി.ഐക്കൊപ്പം പി.കെ. ശ്രീമതി ടീച്ചറുമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ടി.ഐ. മധുസൂദനൻ പയ്യന്നൂർ കോളേജിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. MLA ഇപ്പോൾ രണ്ടാമതും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ പ്രചാരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ കോളേജിൽ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നി ഇവിടെയൊക്കെ എത്തിയിട്ട്? ഞങ്ങൾക്കൊരു ഗൃഹാതുരത്വം എന്ന് പറയില്ലേ, ഞങ്ങളൊക്കെ പഠിച്ച് വന്നിട്ടുള്ളൊരു കോളേജാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നതും പയ്യന്നൂർ കോളേജിൽ നിന്നാണ്. ഇവിടെ വരുമ്പോൾ ആ ഒരു പഴയ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ആവേശവും വളരെ ഹൃദയത്തെ തട്ടുന്ന അനുഭവങ്ങളോട് കൂടിയിട്ടാണ് ഈ പടികളൊക്കെ ചവിട്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. വളരെ സന്തോഷമുണ്ട്. നാടിൻ്റെ ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ അതിന് കരുത്തും ആവേശം പകരുന്നതാണ് പയ്യന്നൂർ കോളേജ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്ന് നൽകിയിട്ടുള്ള സ്വീകരണം എന്ന് പറയുന്നത്, ഞങ്ങൾ കുറച്ച് വൈകി തലശ്ശേരിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വലിയ ട്രാഫിക് ജാമും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവരിന്ന് കാത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ഈ സ്വീകരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും കരുത്തുള്ള ഏറ്റവും ആവേശം നൽകിയിട്ടുള്ളൊരു അനുഭവമാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടിയിട്ട് പറയും. ശ്രീമതി ടീച്ചറും ശക്തമായി തന്നെ ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശ്രീമതി ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് നമ്മുടെ നെറ്റ്വർക്ക് ചാനലിലൂടെ അഭ്യർത്ഥിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്. ഈ വരുന്ന ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ നമ്മുടെ കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടായി. ഒരു 3ാം തവണയും ഗവൺമെൻറ് LDF ഗവൺമെൻറ് വരുമ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിൽ ഒരു ചരിത്ര വിജയം നേടാൻ ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ വികസനത്തിൻ്റെ മുന്നേറ്റം കൃത്യമായി അനുഭവവേദ്യമായിട്ടുള്ള പയ്യന്നൂരിലെ നല്ലവരായ പ്രിയപ്പെട്ട വോട്ടർമാരോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് ടി.ഐ. മധുസൂദനെ കൊടുക്കണം. നിങ്ങളുടെ വോട്ടും അകമഴിഞ്ഞ സഹായവും സഹകരണവും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് സജീവമാണ് മണ്ഡലത്തിലെ നിലവിലെ MLA കൂടിയായ LDF സ്ഥാനാർത്ഥി M. വിജിൻ. മണ്ഡലത്തിൽ വീണ്ടും ഇടതു തരംഗം സൃഷ്ടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. ഇടതുമുന്നണിയുടെ ശക്തമായ മണ്ഡലമായ കല്യാശ്ശേരിയിൽ വീണ്ടും ഇടത് തരംഗമുയർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ നിലവിലെ MLA കൂടിയായ M. വിജിൻ. കഴിഞ്ഞ കാലയളവിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുതിയ പദ്ധതികളുമാണ് പ്രധാനമായി ഉയർത്തിക്കാട്ടി പ്രചരണം ശക്തമാക്കുന്നത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് M. വിജിൻ പറഞ്ഞു. ബുധനാഴ്ച മാടായി മരിയ ഭവൻ, മാടായിക്കാവ്, അടുത്തുള്ള ഖാദി കേന്ദ്രം തുടങ്ങിയ ഇടങ്ങൾ M. വിജിൻ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലതുപക്ഷ തീവ്രവാദിയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം E.P. ജയരാജൻ. കല്യാശ്ശേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചത്. അതാ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ നയങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിൽ മുരടിപ്പുണ്ടായത്. ഇപ്പോൾ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചു. 2016 വരെയുള്ള കേരള ചരിത്രമെടുത്താൽ മാറി വരുന്ന ഗവൺമെന്റുകളാണ്. അതിൻ്റെ ഫലമായിട്ട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ധാരാളം ശിലാസ്ഥാപനത്തിൻ്റെ ഫലങ്ങൾ
റോഡിലൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ ഇപ്പോൾ. ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. അന്നത്തെ സമ്പ്രദായങ്ങളും രീതികളും അങ്ങനെയായി. ലോകത്തിന്റെ സമാധാന ജീവിതം ദുർബലപ്പെട്ടു വരികയാണ്. ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു ശരിയായ നിലപാട് സ്വീകരിച്ച് സാമ്രാജ്യത്വത്തിനെതിരായി ശക്തമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. ലോകത്തിനു മുന്നിൽ അപകടകരമായ സാഹചര്യമാണുള്ളത്. അമേരിക്കൻ സാമ്പത്തിക ആക്രമണത്തിന്റെ ഫലമായി ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ നികുതി കെട്ടി കയറ്റുമതിയെ തടസ്സപ്പെടുത്തുകയാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി M. വിജിൻ, K. പത്മനാഭൻ, N. സുകന്യ, C.P. സന്തോഷ്, സുഭാഷ് അയ്യോത്ത്, P. ഗോവിന്ദൻ, രാജൻ T, മീത്തലെ കരുണാകരൻ, P. ദാമോദരൻ, T. ചന്ദ്രൻ, I.V. ശിവരാമൻ, താവം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനന് പയ്യന്നൂർ ഡിവിഷനിലെ CATU ചുമട്ട് തൊഴിലാളികൾ സ്വീകരണം നൽകി. നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനന് CATU പയ്യന്നൂർ ഡിവിഷനിലെ ചുമട്ടുതൊഴിലാളികൾ സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടറി K. മോഹനൻ TI മധുസൂദനെ ഷോൾ അണിയിച്ചു. ഏരിയ സെക്രട്ടറി TT രാജൻ, M. പ്രദീപ് കുമാർ, NV സുധീർ കുമാർ, VV നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാണിജ്യ ഗ്യാസ് ക്ഷാമത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരം 23-ന് തിങ്കളാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും അടച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ അറിയിച്ചു. മാർച്ച് 23-ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാനമാകെ ഹോട്ടലുകൾ അടച്ചിട്ട് തങ്ങളുടെ പ്രതിഷേധം അധികാരികളെ അറിയിക്കാൻ ജില്ലയെയും യൂണിറ്റുകളെയും ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഈ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പെട്രോളിയം മന്ത്രാലയത്തെയും അതുപോലെ തന്നെ അധികാരികളെയും പലവുര ഞങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നീക്കങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. പൊതുവെ ഹോട്ടലുകളെ ആശ്രയിച്ചാണ് ഓരോ പട്ടണങ്ങളും ചലിക്കുന്നത്. ഓരോ പട്ടണത്തിലേക്ക് വരുന്നവരും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, അതെങ്കിൽ ഹോട്ടലെ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോട് വരുമ്പോൾ അത് അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ രൂക്ഷമായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അധികാരികൾക്ക് ബോധ്യം വരണമെങ്കിൽ ഞങ്ങൾ ആദ്യമൊരു സൂചന എന്നോണം 23 അടച്ചിടും. 23-ന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കും. ഒരു പക്ഷേ 23-ന് ശേഷം പല ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിച്ചില്ല എന്നൊരവസ്ഥ വരും. അത്രത്തോളം രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ന് ഹോട്ടലുകൾ. ഓരോ പട്ടണങ്ങളും ചലിക്കുന്നത് ഹോട്ടലുകളുടെ പ്രവർത്തനം ഏത് രീതിയിൽ സഹായകരമാവുമെന്ന് അപ്പോൾ മനസ്സിലാവുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവുന്നില്ലെങ്കിൽ കേരളത്തിൽ രൂക്ഷമായ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നം, അതേപോലെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ഹോട്ടലുകളെ ആശ്രയിക്കുന്നവരുടെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരം മാർച്ച് 23-ന് മുഴുവൻ ഹോട്ടലുകളും അടച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് കാലി സിലിണ്ടറുമായി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
ഹോട്ടലുകാരുടെ കാര്യം കഷ്ടം. ഹോട്ടലുകളുടെ കാര്യം കഷ്ടം. ആവശ്യത്തിന് ഗ്യാസ് ഇല്ലാതെ ഹോട്ടലൊന്നായി പൂട്ടുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി എടാട്ട് സജ്ജീകരിച്ച പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് പേടി സ്വപ്നമാകുന്നു. പിലാത്തറ, കുഞ്ഞമംഗലം ഭാഗങ്ങളിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഈ കേന്ദ്രം യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് വലിയൊരു അപകടക്കെണിയാണ്. ചെറിയൊരു അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടത്തിന്റെ വലിയ കെണി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി എടാട്ട് റോഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഈ വലിയ അപകടക്കെണിയൊരുക്കുന്നത്. ട്രാൻസ്ഫോമറിന് താഴെ ഒരു സുരക്ഷാ വലയം പോലും ഇല്ലാതെയാണ് ഇവിടെ യാത്രക്കാർ ബസ് കയറാൻ നിൽക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദൈനംദിനം ഇവിടെ നിന്നും ബസ് കയറാനായി കാത്തുനിൽക്കുന്നത്. ഒന്നല്പം അങ്ങോട്ട് നീങ്ങിയാൽ ട്രാൻസ്ഫോമറിനെ സ്പർശിച്ച് അത് വലിയ അപകടം സംഭവിക്കാനും കാരണമാകും. ട്രാൻസ്ഫോമർ കൊണ്ട് മാത്രം തീർന്നില്ല ഇവിടുത്തെ അപകടക്കെണി. ഈ കുഴിയും മറ്റൊരു അപകടക്കെണി കൂടിയാണ്. ഒന്നല്പം അങ്ങോട്ട് നീങ്ങിയാൽ എപ്പോ വേണമെങ്കിലും ഈ കുഴിയിലേക്കും വീഴാം. ഇത്രയും അപകടകരമായ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും വേണ്ടപ്പെട്ട അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതോ അതോ കണ്ണിൽ പെടാത്തതോ? എന്തായാലും തീർത്തും ലജ്ജാവഹം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. അറ്റകുറ്റപ്രവൃത്തികൾ പൂർത്തിയായതോടെ പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡിലെ പഴയങ്ങാടി താവം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. ഫെബ്രുവരി 14 മുതലാണ് പാലം അടച്ചിട്ടത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ പ്രധാനപ്പെട്ട പാലമാണ് താവം റെയിൽവേ മേൽപ്പാലം. ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുഷ്കരമായത് വാഹനയാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. KSTP റോഡ് ഉപരിതല ടാറിങ്ങിന്റെ ഭാഗമായാണ് താവം മേൽപ്പാലവും അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. പഴയ ടാറിംഗ് മുഴുവനായും ഇളക്കിമാറ്റി മൈക്രോ കോൺക്രീറ്റിംഗ് ചെയ്താണ് റീടാറിംഗ് പ്രവൃത്തി നടത്തിയത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായത്. ആദ്യ 2 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കൂടുതൽ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് തകർന്നതും പ്രവൃത്തി വൈകാൻ കാരണമായി. പാലം അടച്ചിട്ടതോടെ 1 മാസക്കാലമായി ജനങ്ങൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിച്ചത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട റോഡുകളിൽ ഗതാഗത കുരുക്കും റെയിൽവേ പാളം മുറിച്ചു കടന്നുള്ള യാത്രയും ജനങ്ങളെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു. പാലം തുറന്നതോടെ ഇതിനെല്ലാം പരിഹാരമായിരിക്കുകയാണ്. പാലം തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. 1 മാസക്കാലമായി ജനങ്ങൾ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. സ്കൂൾ കുട്ടികളായാലും ശരി, അതിനേക്കാളും പെണ്ണുങ്ങളും എല്ലാം വളരെ ജോലിക്ക് പോകുന്നവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പച്ചക്കറി കൃഷിയിലെ വെള്ളൂർ പെരുമ വിളിച്ചോതുകയാണ് ചൂരത്തോട് പാടശേഖരം. വെള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ വിളയിക്കുന്നത് നിരവധി തരം പച്ചക്കറികളാണ്. പച്ചക്കറി കൃഷിയിലെ വെള്ളൂർ പെരുമ വിളിച്ചോതുകയാണ് വെള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചൂരത്തോട് പാടശേഖരത്ത് ഇവർ വിളയിക്കാത്ത പച്ചക്കറികളില്ല. വെള്ളരി, കക്കിരി, വെണ്ട, ചീര, പയർ, കുമ്പളം എന്നുവേണ്ട സകലതും ഇവരുടെ അധ്വാനത്തിൽ ഇവിടെ വിളയുന്നു. മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെയാണ് കൃഷി. 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന 15ഓളം പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ പാടത്ത് വിളയുന്ന പച്ചക്കറികൾ. നമ്മുടെ വിഷരഹിതമായ ഒരു ഗ്രാമം, വെള്ളൂർ ഗ്രാമം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഈ മേഖലയിൽ ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും എല്ലാവരും ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് കാർഷിക മേഖലയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. വിളവെടുക്കുന്ന പച്ചക്കറികൾ പാടത്ത് വെച്ച് തന്നെ വിറ്റുതീരാറാണ് പതിവ്. നല്ലതിന് എന്നും ആവശ്യക്കാർ കൂടെയുണ്ടാകും. ഒരു നാടിൻ്റെ ഭക്ഷ്യോൽപാദനത്തിൻ്റെ ഭാഗഭാക്കാകുന്നതിൽ ഇവർക്കുള്ള സന്തോഷം അത്ര ചെറുതൊന്നുമല്ല.
നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പയ്യന്നൂർ കണ്ടങ്കാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം മാർച്ച് 20 മുതൽ 26 വരെ നടക്കും. 7 നാൾ നീണ്ടു നിൽക്കുന്ന കലശ മഹോത്സവത്തിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കാളികളാകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതും പാരമ്പര്യ ഊരാള കുടുംബക്കാരുടെ ഉടമസ്ഥതയിലായിരുന്നതുമായ പയ്യന്നൂർ കണ്ടങ്ങാളി കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീകോവിൽ, ചുറ്റമ്പലം, ഭക്ഷണശാല തുടങ്ങിയവയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. ക്ഷേത്രത്തിന്റെ നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം 2026 മാർച്ച് 20 മുതൽ 26 വരെ നടക്കും. 20-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് രണ്ടാലിൻകീഴ് റോഡ് ജംഗ്ഷനിൽ നിന്നും തന്ത്രി ബ്രഹ്മശ്രീ പന്നിയോട്ടില്ലത്ത് മാധവൻ നമ്പൂതിരി അവർകളെ പൂർണ്ണ കുംഭത്തോടെയും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ ഭക്തിയാദരപൂർവ്വം ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് ആനയിക്കും. വൈകിട്ട് 5:30-ന് നവീകരണ സമിതി ചെയർമാൻ MK ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ തന്ത്രി ഭദ്രദീപം കൊളുത്തി കലശ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് നാന്ദി കുറിക്കും. തുടർ ദിവസങ്ങളിൽ വിശേഷാൽ ഹോമ, പൂജാതി കർമ്മങ്ങൾ, ഭജന, അക്ഷരശ്ലോകം, കഥകളി, ഓട്ടൻതുള്ളൽ, തിരുവാതിരക്കളി തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ MK ഉണ്ണികൃഷ്ണൻ, കൃഷ്ണവർമ്മരാജ TC, PV ഉണ്ണികൃഷ്ണൻ, KK രവീന്ദ്രൻ, SP ശശിധരൻ, KV ശ്രീകുമാർ, VV രാജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കുടി PCKR അടിയോടി സ്മാരക കലാസമിതിയുടെ 5ാമത് നാടൻ കലാപുരസ്കാരം പൂതൻതറ കലാകാരൻ മലപ്പുറം പാതിരക്കോട്ടെ PR ശ്യാംകുമാറിന് നൽകുമെന്ന് ജൂറി അംഗങ്ങളും കലാസമിതി ഭാരവാഹികളും അറിയിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്ന പുരസ്കാരം പിന്നീട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. പ്രമുഖ തെയ്യം, മുഖത്തെഴുത്ത്, തോറ്റമ്പാട്ട് കലാകാരനും പാരമ്പര്യ ആയുർവേദ വൈദ്യനും സംഗീത നാടക അക്കാദമി കലാശ്രീ പുരസ്കാര ജേതാവുമായ V. കുഞ്ഞിരാമൻ വൈദ്യരുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബവുമായി സഹകരിച്ചാണ് സമിതി നാടൻ കലാ പുരസ്കാരം നൽകി വരുന്നത്. 10,000 രൂപയും പ്രശസ്തി പത്രവും വെങ്കലശില്പവും അടങ്ങുന്നതാണ് സംസ്ഥാന തലത്തിൽ നൽകുന്ന നാടൻ കലാ പുരസ്കാരം. തെയ്യം കലയെ ജനകീയമാക്കിയ V. കുഞ്ഞിരാമൻ വൈദ്യരുടെ സ്മരണയ്ക്കായി നൽകുന്ന 5ാമത് നാടൻ കലാ പുരസ്കാരം പിന്നീട് നടക്കുന്ന വിപുലമായ ചടങ്ങിൽ സമർപ്പിക്കും. PCKR അടിയോടി സ്മാരക കലാസമിതിയുടെ കീഴിൽ 8,000-ലധികം വരുന്ന പുസ്തകങ്ങളുള്ള A ഗ്രേഡ് ഗ്രന്ഥാലയവും പ്രവർത്തിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ലഭിച്ച 50-ൽ പരം അപേക്ഷകളിൽ നിന്ന് ഉദയൻ കുണ്ടംകുഴി ജൂറി ചെയർമാനും ഗംഗൻ IT, പ്രകാശൻ ചന്ദേര, രാമചന്ദ്രൻ തുരുത്തി, KV രാജേഷ്, K രാഘവൻ, അഖിൽ ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ജൂറി പാനലാണ് അവാർഡ് നിർണയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഉദയൻ കുണ്ടംകുഴി, ഗംഗൻ IT, പ്രകാശൻ ചന്ദേര, കലാസമിതി ഭാരവാഹികളായ KV രാജേഷ്, അഖിൽ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർക്കുള്ള പരിശീലനത്തിന് പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ സമാപനമായി. സമാപന ചടങ്ങ് കണ്ണൂർ ജില്ലാ ഫൈബർ ഓഫീസർ അരുൺ ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ക്ലാസുകൾ അവതരിപ്പിച്ചു. കേരള സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പുതിയ ബാച്ചിനായി സംഘടിപ്പിച്ച 7 ദിവസത്തെ പരിശീലന പരിപാടി സമാപിച്ചു. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ നടന്ന സമാപന ചടങ്ങ് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്നത് ഇത് അതേപോലെ ഒരാളിനെ നമ്മളിപ്പോൾ ഒരു ആളിനെ കണ്ടു, നമ്മൾ കുറേ മാറ്റി. പിന്നെ ഹെവി ടൂൾസ് ഒക്കെ, പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മണ്ണിടിച്ച സ്ഥലത്ത് നമ്മൾ JCB ഇല്ലാത്ത ഉപയോഗിച്ച് കുറേ മണ്ണ് മാറ്റി. അപ്പം നമുക്ക് ഒരാൾ കിടക്കൊണ്ടിരിക്കണം. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ സീനിയർ ഓഫീസർ P. വിജയൻ, N. മുരളി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ K. നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. സമൂഹ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദുരന്ത നിവാരണ രംഗത്ത് കഴിവുള്ള വളണ്ടിയർമാരെ സജ്ജരാക്കുന്നതിനുമുള്ള ലക്ഷ്യത്തോടെയാണ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നത്. വിവിധ ദുരന്ത സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതടക്കമുള്ള പ്രായോഗിക പരിശീലനങ്ങളാണ് പങ്കെടുത്തവർക്ക് നൽകിയത്. വിദ്യാർത്ഥികളും വിവിധ വകുപ്പുകളിൽ നിന്നും വിരമിച്ച ജീവനക്കാരുമടക്കം നിരവധി പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ, തളിപ്പറമ്പ്, പെരിങ്ങോം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വളണ്ടിയർമാർക്കായാണ് ഈ പരിശീലനം പയ്യന്നൂർ നിലയത്തിൽ സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.